കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരെ LDFന്റെ നിയോജക മണ്ഡലം ധർണകൾ സംസ്ഥാന വ്യാപകമായി നടന്നു. കോട്ടയം ജില്ലയിൽ 9 കേന്ദ്രങ്ങളിലായിരുന്നു മാർച്ചും തുടർന്ന് ധർണയും. പ്രകൃതി ദുരന്തം നേരിട്ട വയനാടിന്റെ പുനരധിവാസത്തിന് ഫണ്ട് അനുവദിക്കാതെയും ആശാവർക്കർമാർക്ക് കേന്ദ്രവിഹിതം നൽകാതെയും കേരളത്തോട് അവഗണന തുടരുകയാണെന്നും സമരക്കാർ ആരോപിച്ചു. പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണർകാട് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു മാർച്ചും ധർണയും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നീതി ആയോഗിന്റെ പഠനത്തിൽ സൂചകങ്ങൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണെന്ന് KM രാധാകൃഷ്ണൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ഏജൻസിയുണ്ട്. അവര് ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം പഠനം നടത്തുന്നത് ആ ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് വക്താക്കളായ IAS ഉദ്യോഗസ്ഥന്മാരാണ്. അവർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ കുറിച്ച് വ്യത്യസ്ത കാര്യങ്ങളിൽ പഠനം നടത്താൻ തീരുമാനിച്ചു. ആ പഠനത്തിൽ 18 ഇന മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചു. ആ സൂചകങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ എങ്ങനെ പോകുന്നു അവർ പരിശോധിച്ചു. അത് പരിശോധിച്ചപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയിരിക്കുന്നു. എല്ലാ സൂചകങ്ങളിലും ഏറ്റവും ഉയർന്നു നിൽക്കുന്നു എന്ന് ആരാ പറഞ്ഞത്? ഞങ്ങളല്ല പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റാ പറഞ്ഞത്, നരേന്ദ്രമോദിയാ പറഞ്ഞത്. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോസഫ് ചാമക്കാല, പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് P. വർഗീസ്, അയർക്കുന്നം ഏരിയ സെക്രട്ടറി PM ബിനു, പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.